ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലാപ്പത്ത ലേഡീസ് എന്ന അടുത്തിടെ ഹിന്ദിയിൽ പുറത്തിറങ്ങിയ മൂവിയാണ്. വിവാഹശേഷം ട്രെയിനിൽ തങ്ങളുടെ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് പോകുന്ന രണ്ട് പെൺകുട്ടികൾ. എന്നാൽ അതിലൊരാളുടെ ഹസ്ബൻഡ് ആകട്ടെ അയാളുടെ വൈഫിന് പകരം തൊട്ടടുത്തിരുന്ന ആളുടെ വൈഫിനെയും കൊണ്ടാണ് ഒരു സ്റ്റേഷനിൽ ഇറങ്ങുന്നത്. ആചാരപ്രകാരം മുഖം മറിച്ചിരുന്ന പെൺകുട്ടി തന്റെ വൈഫല്ല എന്നുള്ള സത്യം വീട്ടിലെത്തിയ ശേഷമാണ് അയാൾ അറിയുന്നത്. ഇങ്ങനൊരു അബദ്ധം അയാൾക്ക് എങ്ങനെ പറ്റിയെന്നും തന്റെ യഥാർത്ഥ വൈഫിനെ അയാൾക്ക് കണ്ടെത്താൻ കഴിയുമോ എന്നൊക്കെ നമുക്ക് മൂവി കണ്ടു തന്നെ അറിയാം. മൂവിയുടെ തുടക്കത്തിൽ തന്നെ ദീപക് എന്ന പയ്യന്റെയും ഭൂൽ എന്ന പെൺകുട്ടിയുടെയും വിവാഹമാണ് കാണിക്കുന്നത്. വിവാഹശേഷം ആചാരപ്രകാരം മുഖം മറച്ചിട്ടാണ് അവൾ അവളുടെ ഹസ്ബൻഡിന്റെ കൂടെ അയാളുടെ വീട്ടിലേക്ക് പോകുന്നത്. അവളുടെ നാട്ടില് റെയിൽവേ സ്റ്റേഷൻ ഇല്ലാത്ത കാരണം ഒരിടത്തു നിന്നും ബസ്സിൽ കയറി അടുത്ത റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയായിരുന്നു. ബസ്സിന് മുകളിലിരിക്കാൻ നേരത്ത് ദീപക് അവളോട് പറയുന്നുണ്ട്, കള്ളന്മാർ ഒരുപാടുള്ള സ്ഥലമാ, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്ത് നിന്റെ സ്വർണ്ണമെല്ലാം ഉരി എന്റെ കയ്യിൽ തരാൻ. അങ്ങനെ അവള് തന്റെ ഗോൾഡ് എല്ലാം അവന്റെ കയ്യിൽ കൊടുക്കുന്നു. അവരങ്ങനെ ട്രെയിൻ കയറാനുള്ള സ്ഥലത്തെത്തി. അതൊരു സ്റ്റേഷൻ ഒന്നും അല്ലായിരുന്നു. ഇടയ്ക്ക് ഒരു സ്ഥലത്ത് ട്രെയിൻ കുറച്ചു നേരം നിർത്തും. ആ സമയത്ത് അവിടെ നിന്ന് ആൾക്കാർ ട്രെയിനിലേക്ക് കയറും. ട്രെയിനിൽ കയറി ദീപക് ആകട്ടെ ഫൂലിന് ഒരു സീറ്റ് ഒപ്പിച്ചു കൊടുക്കുന്നു. അവരുടെ അടുത്തായിട്ട് കല്യാണം കഴിഞ്ഞ വേറെയും രണ്ട് കപ്പിൾസ് ഇരിപ്പുണ്ട്. ഭൂലിനെ പോലെ തന്നെ ആ സ്ത്രീകളും തങ്ങളുടെ മുഖം മറിച്ചിട്ടാണ് ഇരിക്കുന്നത്. അതിലൊരു പെണ്ണിന്റെ അമ്മായിയമ്മയാകട്ടെ ദീപകിനോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് സ്ത്രീധനമായിട്ട് എന്തൊക്കെ കിട്ടിയെന്ന്. അവനാകട്ടെ അതിനൊന്നും മറുപടി പറയുന്നില്ല. തങ്ങൾക്ക് കിട്ടിയ സ്ത്രീധനം കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ അവരുടെ മരുമകളെ ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു. സ്ത്രീധന തുക മുഴുവനും കിട്ടിയിട്ടില്ല, പിന്നൊരു മൊബൈലും തന്നിരിക്കുന്നു. അത് ചാർജ് ചെയ്യാൻ എന്റെ കയ്യിൽ കാശില്ല, പിന്നെ അതുകൊണ്ട് എന്തുപയോഗമുള്ളത്. അതും പറഞ്ഞുകൊണ്ട് പ്രദീപ് എന്ന പേരുള്ള അയാളാകട്ടെ ആ ഫോൺ എടുത്ത് അയാളുടെ വൈഫിന്റെ കൊടുക്കുന്നു. അവളുടെ പേര് ജയ എന്നായിരുന്നു. അങ്ങനെ അടുത്ത സ്റ്റേഷൻ എത്തിയപ്പോൾ ദീപക് ഭൂലിനോട് പറയുന്നുണ്ട്, ഞാനൊന്ന് ടോയ്ലറ്റിൽ പോയിട്ട് വരാമെന്ന്. അവൻ പോയ സമയത്താകട്ടെ അതിലൊരു കപ്പിൾസ് അവിടെ നിന്നും ഇറങ്ങി പോകുന്നുണ്ട്. സൈഡ് സീറ്റ് കിട്ടിയത് കാരണം ഭൂലാകട്ടെ സൈഡിലേക്ക് നീങ്ങിയിരിക്കുന്നു. ആ സമയത്ത് ഓപ്പോസിറ്റ് ഇരുന്ന പ്രദീപ് ആകട്ടെ അവളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നു. എന്നിട്ട് അയാളുടെ വൈഫിനെയും പിടിച്ച് അയാളുടെ അടുത്തിരുത്തുന്നു. കുറച്ചു കഴിയുമ്പോൾ ബാത്റൂമിൽ പോയി വന്ന ദീപക് ആകട്ടെ സീറ്റിൽ വന്നിരിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും കിടന്നുറങ്ങുകയായിരുന്നു. രാത്രിയിൽ തനിക്ക് ഇറങ്ങേണ്ട സ്റ്റേഷൻ എത്തിക്കഴിഞ്ഞപ്പോൾ ദീപക് ആകട്ടെ ഫ്രണ്ടിലിരുന്ന വൈഫിനെ വിളിച്ചിട്ട് ബാ നമുക്ക് ഇറങ്ങാമെന്ന് പറയുന്നുണ്ട്. എന്നാൽ അവൻ അറിയില്ലായിരുന്നു തന്റെ വൈഫാണ് ആ വിൻഡോ സീറ്റിലിരിക്കുന്നതെന്നും തൊട്ടുപ്പുറത്തിരിക്കുന്നത് പ്രദീപിന്റെ വൈഫാണെന്നും. ഇറങ്ങാനുള്ള ധൃതിയിൽ അവൻ പെട്ടെന്ന് അവളെയും കൂട്ടി ആ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്നു. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ ആ പെൺകുട്ടിയാകട്ടെ തിരിഞ്ഞ് ഭൂലിനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ആ ട്രെയിൻ വിട്ടുപോയി. നീ എന്താ അവിടെ നോക്കി നിൽക്കുന്ന, ലാസ്റ്റ് ബസ് പോകാൻ സമയമായി, പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ട് ദീപക് അവളെ വിളിച്ചു. അവള് ദീപകിന്റെ കൂടെ ഓടിച്ചെന്നു. അവിടെ കിടന്നിരുന്ന ബസ്സിൽ കയറി അവന്റെ നാട്ടിലേക്ക് പോകുന്നു. അവന്റെ കൂട്ടുകാരുൾപ്പെടെ എല്ലാവരും അവനെ സ്വീകരിക്കാൻ അവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ആ പെൺകുട്ടി അപ്പോഴും ഒന്നും മിണ്ടാതെ അവന്റെ കൂടെ തന്നെ നടക്കുകയാണ്. വീട്ടിലെത്തി എല്ലാവരുടെ അനുഗ്രഹം വാങ്ങിയിട്ട് അവന്റെ അമ്മയാകട്ടെ ചന്ദനം തൊടിക്കാൻ ആ പെൺകുട്ടിയുടെ മുഖത്ത് തുണി മാറ്റാൻ പറയുന്നു. അവള് മുഖത്ത് തുണി മാറ്റിയതും ദീപക് ഉൾപ്പെടെ എല്ലാവരും ഞെട്ടുന്നു. കാരണം അത് അവരുടെ മരുമകൾ ഭൂലല്ലായിരുന്നു. അപ്പോഴാണ് ദീപകിന് തനിക്ക് പറ്റിയ അബദ്ധം മനസ്സിലായത്. ആൾക്കാർ ചെരുപ്പും കൊടിയൊക്കെയാ മാറിയെടുത്തോണ്ട് വരുന്നത്, നീ നിന്റെ ഭാര്യയെ തന്നെ മാറിയെടുത്തോണ്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് അവന്റെ അച്ഛൻ അവനെ വഴക്ക് പറയാൻ തുടങ്ങി. അവൻ അബദ്ധം പറ്റിയത് പോട്ടെ, നിനക്കിങ്ങനെ ഈ അബദ്ധം പറ്റിയതെന്ന് ആ പെൺകുട്ടിയോട് അവർ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇത്രയും വലിയ തുണി കൊണ്ട് മുഖം മറച്ചിട്ടാ നടക്കുന്നത്, ആകെ കാണാൻ പറ്റുന്നത് മുൻപിൽ നടക്കുന്ന ആളുടെ ചെരുപ്പാ. ഹസ്ബൻഡ് പുതിയതാ, അയാളുടെ ചെരുപ്പും പുതിയതാ. എനിക്കതുകൊണ്ട് എങ്ങനെയാ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതെന്റെ ഹസ്ബൻഡ് ആണോ അല്ലയോ എന്ന്. അവളോട് പേര് ചോദിക്കുമ്പോൾ അവള് ജയ എന്ന പേരിന് പകരം പുഷ്പ എന്നാണ് പറയുന്നത്. അതിൽ നിന്നും അവൾ എന്തോ ഒരു കാര്യം മറച്ചു വെക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാകും. അവളുടെ ഹസ്ബൻഡിന്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ അവിടെ നിന്ന് കുറച്ച് സ്ത്രീകൾ പറയുന്നുണ്ട്, കുടുംബത്തിൽ പറഞ്ഞ സ്ത്രീകളൊന്നും ഹസ്ബൻഡിന്റെ പേരെടുത്ത് പറയില്ല. എന്നാൽ അവരെയെല്ലാം ഞെട്ടിച്ചുകൊണ്ട് അവൾ അവളുടെ ഹസ്ബൻഡിന്റെ പേരെടുത്ത് പറയുന്നു. എന്നാൽ പ്രദീപ് എന്നതിന് പകരം പങ്കജ് എന്നാണ് അവൾ പറയുന്നത്. ഇവിടെ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് ആൾക്കാർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നു ഭൂലിനെ തേടി. അവളുടെ ഹസ്ബൻഡിന്റെ നാട് ഏതാണെന്ന് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ അവൾ അറിയില്ല എന്ന് പറയുന്നു. അവളുടെ വീട്ടില് ഫോൺ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ ഒരു നമ്പർ കൊടുക്കുന്നു. ദീപകിന്റെ ഫ്രണ്ട് ഗുഞ്ചൻ അത് നോട്ട് ചെയ്യുന്നുണ്ട്. അവളുടെ വീട്ടിലേക്ക് നാളെ ബൂത്തിൽ നിന്ന് വിളിക്കാമെന്ന് സമ്മതിക്കുന്നു. ദീപകിന്റെ അമ്മ അവളോട് പറയുന്നുണ്ട്, തൽക്കാലം ഇന്ന് നീ എന്റെ മൂത്ത മരുമകൾ പൂനത്തിന്റെ കൂടെ കിടന്നു. അവളുടെ ഹസ്ബൻഡ് ഇവിടെയില്ല, പുറത്താണ് ജോലി ചെയ്യുന്നത്. അതേ ടൈമിൽ ഇവിടെ പ്രദീപ് ആകട്ടെ തന്റെ നാടായ പത്തീല എന്ന് പറയുന്ന സ്ഥലത്താണ് ഇറങ്ങുന്നത്. അവൻ തൊട്ടടുത്തിരിക്കുന്നത് തന്റെ വൈഫാണെന്ന് കരുതിയിട്ട് അവളെയും തട്ടി വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. പുറത്തിറങ്ങി അവനാകട്ടെ മുൻപേ തന്നെ നടന്നു പോകുന്നുണ്ട്. ബോലു സ്റ്റേഷനിലേക്ക് ഇറങ്ങിയ ശേഷം തൊട്ടടുത്ത ആരെയും കാണാത്ത കാരണം അവള് മുഖത്ത് തുണി മാറ്റുന്നു. അവള് നോക്കുമ്പോൾ അവിടെയാകട്ടെ ദീപകിനെ കാണുന്നില്ല. അവൾ എല്ലായിടത്തും ദീപകിനെ അന്വേഷിക്കാൻ തുടങ്ങി. ഈ സമയത്ത് അവൾ എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് പ്രദീപ് അവിടേക്ക് വരുന്നു. എന്നാൽ അടുത്ത് ചെന്നപ്പോഴാണ് അത് തന്റെ വൈഫ് അല്ല എന്ന് മനസ്സിലായത്. അവൻ അവിടെ എല്ലാം തന്നെ ജയെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. ഭൂൽ അപ്പോഴും ദീപകിനെ കാണാതെ വിഷമിച്ച് അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. അവളുടെ അടുത്തേക്ക് പ്രദീപ് പോയിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്റെ എന്തെങ്കിലും സഹായം വേണോ എന്ന്. അയാളുടെ സംസാരം അവൾക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവൾ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നു. എന്നാൽ
എന്നാൽ പുറത്തുള്ള ആൾക്കാരെ എല്ലാം കണ്ട് പേടിച്ചിട്ട് അവൾ വീണ്ടും റെയിൽവേ സ്റ്റേഷന്റെ ഉള്ളിലേക്ക് തന്നെ കടക്കുന്നു. പ്രദീപിന് തന്റെ വൈഫിനെ കാണാതായ ഒരു വിഷമവും ഇല്ലായിരുന്നു. അയാളാകട്ടെ വേറെ ഏതെങ്കിലും സ്ത്രീയുടെ കൂടെ ഇന്നത്തെ ആദ്യ രാത്രി ആഘോഷിക്കാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോകുന്നു. ദീപകിന്റെ വീട്ടിലാകട്ടെ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ജയ ആകട്ടെ ആരും കാണാതെ പുറത്തേക്ക് ഇറങ്ങി അവളുടെ കയ്യിലുണ്ടായിരുന്ന ഫോൺ എടുത്തിട്ട് അതിൽ സിം കാർഡ് കത്തിച്ചു കളയുന്നു. ഭൂൽ അന്ന് രാത്രി മുഴുവൻ അവിടുത്തെ ടോയ്ലറ്റിലിരുന്നാണ് ഉറങ്ങിയത്. രാവിലെ എഴുന്നേറ്റ് വീണ്ടും സ്റ്റേഷനിലെല്ലാം അവളുടെ ഹസ്ബൻഡിനെ അന്വേഷിച്ച് നടക്കുമ്പോൾ അവളുടെ അടുത്തേക്ക് 2 പേര് വരുന്നുണ്ട്. കാലില്ലാത്ത എഴഞ്ഞു നടക്കുന്ന ഒരാളും ചോട്ടു എന്ന് പറയുന്ന ഒരു ചെറിയ ആളുമാണ് അവളുടെ അടുത്തേക്ക് വരുന്നത്. അവളെ സഹായിക്കാന്ന് പറഞ്ഞിട്ട് അവിടെയുള്ള സ്റ്റേഷൻ മാസ്റ്ററിന്റെ അടുത്തേക്ക് അവളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഹസ്ബൻഡിന്റെ പേരെന്താണെന്ന് ചോദിക്കുമ്പോൾ അവള് പേര് പറയാതെ തന്റെ കയ്യിലുണ്ടായിരുന്ന മെഹന്തിയാണ് കാണിച്ചു കൊടുക്കുന്നത്. അതിൽ അവളുടെ ഹസ്ബൻഡിന്റെ പേരുണ്ടായിരുന്നു. അവളുടെ സ്വന്തം നാട് ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഗംഗാപൂർ എന്നാണ് അവൾ പറയുന്നത്. എന്നാൽ ഇന്ത്യയിൽ അതേ പേരിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഏത് സ്റ്റേഷനിൽ നിന്നാ കയറിയെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ സ്റ്റേഷനൊന്നുമല്ല, ഇടയ്ക്കൊരു സ്ഥലത്ത് ട്രെയിൻ നിർത്തും, അവിടെ നിന്നാ കയറിയെന്ന് പറയുന്നു. അവൾക്ക് ആ സ്ഥലത്തിന്റെ പേരൊന്നും കറക്റ്റായിട്ട് അറിയില്ല. അവളുടെ ഹസ്ബൻഡിന്റെ സ്ഥലം ഏതാണെന്ന് ചോദിക്കുമ്പോൾ അതിന്റെ പേരും അവൾക്കറിയില്ല. ഏതോ ഒരു പൂവിന്റെ പേരിലാണ് തുടങ്ങുന്നത്. അവർക്കറിയാവുന്ന സ്ഥലപ്പേരെല്ലാം പറഞ്ഞിട്ടും അതൊന്നും അല്ലാന്ന് അവള് പറയുന്നു. കള്ളന്മാര് കൊണ്ടുപോകാതിരിക്കാൻ സ്വർണ്ണമല്ല ഹസ്ബൻഡ് വാങ്ങിവെച്ച വിവരം പറയുമ്പോൾ അവര് പറയുന്നുണ്ട് സ്വർണ്ണം എടുത്തിട്ട് നിന്റെ ഹസ്ബൻഡ് നിന്നെ ഉപേക്ഷിച്ചിട്ട് പോയതാകാനും ചാൻസ് ഉണ്ടെന്ന്. എന്നാൽ അവൾ അതൊന്നും വിശ്വസിക്കുന്നില്ല. ഇവിടെ ജയ ആകട്ടെ ദീപകിന്റെ അമ്മയോട് പറയുന്നുണ്ട് എന്റെ സ്വർണ്ണമെല്ലാം നിങ്ങളുടെ അലമാരിയിൽ സൂക്ഷിച്ചു വെക്കാൻ. അലമാരി തുറന്ന സമയത്ത് അവളാകട്ടെ അതിനുള്ളിലിരിക്കുന്ന സാധനങ്ങളെല്ലാം നോക്കുന്നു. ദീപക് അവളോട് പറയുന്നുണ്ട് ഭൂലിനെ കിട്ടിയാലും ഇല്ലെങ്കിലും നിന്നെ നിന്റെ വീട്ടിൽ ഞാൻ കറക്റ്റ് ആയിട്ട് എത്തിക്കും. നീ തന്നെ ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് എപ്പോഴും തെറ്റായ ഇടത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ദീപക് തന്റെ ഫ്രണ്ടായ ഗുഞ്ചനെയും കൂട്ടി പോലീസ് സ്റ്റേഷനിൽ പോയി തന്റെ വൈഫിന്റെ പേരിൽ മിസ്സിംഗ് കേസ് കൊടുക്കുന്നുണ്ട്. അവന്റെ കയ്യിൽ കൊടുക്കാൻ ഭൂലിന്റെ ഒരു ഫോട്ടോ പോലും ഇല്ലായിരുന്നു. കല്യാണത്തിന് അവൾ മുഖം മറിച്ച് നിൽക്കുന്ന ആ ഒരു ഫോട്ടോ മാത്രമേ ഉള്ളൂ. ഫോട്ടോ ഇല്ലാതെ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് പോലീസുകാരൻ ചോദിക്കാൻ തുടങ്ങി. തന്റെ വൈഫിന് പകരം കൂട്ടിക്കൊണ്ടുവന്ന പുഷ്പ എന്ന് പറയുന്ന പെൺകുട്ടിയാണ് വീട്ടിലുള്ളതെന്ന് പറയുമ്പോൾ അവളെ നാളെ സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പോലീസുകാരൻ പറയുന്നു. ഈ പോലീസുകാരന്റെ പേര് ശ്യാം എന്നായിരുന്നു. ദീപക് പറയുന്നുണ്ട് വിവാഹശേഷം 2 ദിവസം അവരുടെ കുടുംബക്ഷേത്രത്തിലെ ഒരു പൂജയ്ക്ക് വേണ്ടിയിട്ട് ഞാനും ഭൂലും അവിടെ തന്നെ നിന്നു. ബാക്കി എല്ലാവരും നാട്ടിലേക്ക് തിരിച്ചു പോരുന്നു. ഇന്നലെ ഞങ്ങൾ 2 പേരും മാത്രം തിരിച്ചു വരുമ്പോഴാണ് അവളെ എനിക്ക് നഷ്ടമായത്. അങ്ങനെ സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്ത് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാകട്ടെ വീട്ടിലാകെ ബഹളം. പുഷ്പയെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് അമ്പലത്തിൽ പോകുവാണെന്ന് പറഞ്ഞിട്ട് 5 മണിക്കൂറായിട്ട് അവൾ തിരിച്ചു വന്നിട്ടില്ല. എല്ലാവരും അവിടെയെല്ലാം അന്വേഷിച്ചിട്ട് എവിടെയും കിട്ടിയില്ല. എന്നാൽ കുറച്ചു കഴിയുമ്പോൾ അവൾ തിരിച്ചു വരുന്നുണ്ട്. താൻ അമ്പലത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് അവൾ പറയുന്നുണ്ട്. മുഖം മറിച്ചിരുന്നത് കാരണമാകാം നിങ്ങൾ ആരും കാണാഞ്ഞത്. ചോട്ടു ആകട്ടെ ഭൂലിനെ അവിടെ കട നടത്തിയിരുന്ന മഞ്ജുബായി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അവളെ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ അവരും വിചാരിക്കുന്നത് അവളുടെ ഹസ്ബൻഡ് അവളെ ഉപേക്ഷിച്ചിട്ട് പോയതായിരിക്കുമെന്നാണ്. ഹസ്ബൻഡിന്റെ സ്ഥലപ്പേര് പോലും അവൾക്ക് അറിയില്ലായിരുന്നു. എന്നാൽ നീ നിന്റെ സ്വന്തം വീട്ടിലേക്കെങ്കിലും തിരിച്ചു പോയിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്നും അതവർക്കെല്ലാം ഒരുപാട് നാണക്കേടുണ്ടാക്കുമെന്നും അവള് പറയുന്നു. കുടുംബത്തിൽ പിറന്ന നല്ലൊരു പെൺകുട്ടി ഒരിക്കലും ഭർത്താവില്ലാതെ അവളുടെ വീട്ടിലേക്ക് പോകില്ല. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് മഞ്ജുബായി പറയുന്നുണ്ട് നിന്നെ എല്ലാരും വിഡ്ഢിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇംഗ്ലീഷിൽ അതിന് ഫ്രോഡ് എന്ന് പറയും. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കാലങ്ങളായിട്ട് സ്ത്രീകളെ ഇതുപോലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നെ ആരും പറ്റിച്ചിട്ടില്ല എന്നും ഫ്രോഡാക്കിയിട്ടില്ല എന്നും അവള് പറയുന്നു. എന്നെ എന്റെ അമ്മ നന്നായിട്ടാണ് വളർത്തിയത്. എനിക്ക് വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യാനറിയാം. ചിരിച്ചുകൊണ്ട് മഞ്ജുബായി പറയുന്നുണ്ട് അത് ശരിയാ, എല്ലാ ജോലിയും ചെയ്യാനറിയാം, പക്ഷെ വീട്ടിലേക്ക് പോകാനുള്ള വഴി മാത്രം അറിയില്ല. നിന്റെ അമ്മ നിന്നെ നല്ല ഫൂളാക്കിയാണ് വളർത്തിയിരിക്കുന്നത്. അത് അംഗീകരിക്കാൻ നീ തയ്യാറാകുന്നില്ല എന്ന് പറയുന്നത് അതിനേക്കാൾ മണ്ടത്തരമാണ്. അതേസമയം പ്രദീപ് ആകട്ടെ ജയയുടെ മിസ്സിംഗും പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. വീട്ടിലെത്തിയ ജയ ആകട്ടെ ആരും കാണാതെ അവൾ അലമാരിയിൽ നിന്നെടുത്ത റേഷൻ കാർഡ് തിരിച്ചു കൊണ്ടുവയ്ക്കുന്നു. തന്റെ റൂമിലേക്ക് പോകുന്ന വഴിക്ക് അവളോട് ദീപക് പറയുന്നുണ്ട് നാളെ നീയും സ്റ്റേഷനിലേക്ക് വരണമെന്ന്. ഭൂലിനെ കാണാതായ വിവരം ഇപ്പോഴും അവളുടെ വീട്ടിൽ അവർ അറിയിച്ചിട്ടില്ല. ദീപക് ആകട്ടെ വിവാഹശേഷം ഭൂലിന്റെ കൂടെ ചെലവഴിച്ച ആ 2 ദിവസത്തെ പറ്റി ആലോചിക്കുകയാണ്. അവൻ അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അതെല്ലാം ഓർത്തപ്പോ അവന് ശരിക്കും സങ്കടം തോന്നി. ഇവിടെ പോലീസുകാരനായ ശ്യാമിന്റെ സ്റ്റേഷനിലേക്കും പ്രദീപ് രജിസ്റ്റർ ചെയ്ത ജയയുടെ മിസ്സിംഗ് കേസിന്റെ ഡീറ്റെയിൽസ് വരുന്നുണ്ട്. ജയ സഞ്ചരിച്ചതും ദീപക് സഞ്ചരിച്ചതും ഒരേ ട്രെയിനാണെന്ന് മനസ്സിലായപ്പോൾ ദീപകിന്റെ വീട്ടിലുള്ള പെൺകുട്ടി ജയയാകാൻ സാധ്യതയുണ്ടെന്ന് ഇവർക്ക് ഡൗട്ട് തോന്നുന്നു. അങ്ങനെ ശ്യാം ആ സ്റ്റേഷനിലേക്ക് വിളിച്ചന്വേഷിക്കുമ്പോൾ ജയയുടെ ഹസ്ബൻഡിന്റെ പേര് പ്രദീപ് എന്നാണ് പറയുന്നത്. എന്നാൽ ഇവിടെയുള്ള പെൺകുട്ടിയാകട്ടെ പുഷ്പയും അവളുടെ ഹസ്ബൻഡിന്റെ പേര് പങ്കജ് എന്നുമാണ് പറഞ്ഞത്. ജയെ കാണാതാകുമ്പോൾ അവളുടെ കയ്യിൽ സ്ത്രീധനമായിട്ട് കിട്ടിയ സ്വർണവും മൊബൈൽ ഫോണും ഉണ്ടെന്ന് ആ സ്റ്റേഷനിൽ നിന്നും ശ്യാമിന് വിവരം കിട്ടുന്നു. വിവാഹശേഷം സ്വർണവുമായിട്ട് കടന്നു കളയുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. ഇത് അങ്ങനെ ഒരു കേസാകാൻ സാധ്യതയുണ്ടെന്ന് ശ്യാം
ശ്യാമിന് തോന്നുന്നു. അതേസമയം ഭൂലാകട്ടെ ചോട്ടുവിന്റെ കൂടെ അവരുടെ റൂമിലേക്ക് പോവുകയാണ്. അവിടെ ചെല്ലുമ്പോഴാണ് ആ കാലുവയ്യാത്ത ആള് അഭിനയിക്കുകയായിരുന്നു എന്ന് അവൾക്ക് മനസ്സിലായത്. നീ ഇവിടെ ഒന്നുകൊണ്ടും പേടിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ചോട്ടു അവൾക്ക് കിടക്കാൻ സ്ഥലം കാണിച്ചു കൊടുക്കുന്നു. അന്ന് രാത്രി ജയ ആകട്ടെ തന്റെ ഫോണിലേക്ക് പുതിയൊരു സിം ഇടുന്ന കാണിക്കുന്നുണ്ട്. ഇതിൽ നിന്നും അവളെ 5 മണിക്കൂർ കാണാതായതിന്റെ കാരണം നമുക്ക് മനസ്സിലാകും. അവൾ ഈ സിം വാങ്ങിക്കാൻ പോയതായിരുന്നു. പിറ്റേന്ന് രാവിലെ ഭൂല എഴുന്നേറ്റ് മഞ്ജുബായുടെ കടയിലേക്ക് ചെല്ലുന്നു. അവിടെ സ്ഥിരമായിട്ട് സമോസ കഴിക്കാൻ വരുന്ന ഒരാളുണ്ടായിരുന്നു. അയാൾ എന്നും ചട്നി കൂടുതൽ എടുക്കുന്നതിന് മഞ്ജുബായി അയാളെ വഴക്ക് പറയുമായിരുന്നു. അന്നു മുതൽ മഞ്ജുബായെ സഹായിക്കാൻ ഭൂലും കൂടെ കൂടി. ഇവിടെ ജയ ആകട്ടെ പൂനത്തിനോട് സംസാരിക്കുമ്പോൾ പൂനവും തന്റെ ഹസ്ബൻഡിന്റെ പേര് തന്റെ നാവ് കൊണ്ട് പറയാറില്ല എന്നറിയുന്നു. ഇത്രയും നല്ല പേര് ഇവർക്കൊക്കെ ഉണ്ടായിട്ട് നമ്മളെന്താ അവരുടെ പേര് വിളിക്കാത്തതെന്ന് അവള് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടെ അവള് തന്റെ കയ്യിലെ ജയ എന്നുള്ള തന്റെ പേരിന്റെ ടാറ്റു ശ്രദ്ധിക്കുന്നു. അവിടെയുള്ള ആരും തന്നെ അത് കാണാതിരിക്കാൻ അവളത് മറച്ചു വെക്കുന്നുണ്ട്. പിറ്റേന്ന് സ്റ്റേഷനിലേക്ക് ദീപക് ജയയും കൊണ്ട് പോകുന്നു. അവൾ തന്റെ വീട്ടിലെയാണെന്ന് പറഞ്ഞു കൊടുത്ത നമ്പർ ആകട്ടെ വിളിക്കുമ്പോൾ വേറെ എവിടെയാണ് പോകുന്നത്. നീ എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ എന്ന് ശ്യാം അവളോട് ചോദിക്കുന്നു. ഇങ്ങനെ മുഖം കാണിക്കാതിരുന്നിട്ട് കാര്യമില്ല, നിന്റെ ഫേസ് ഞങ്ങൾക്ക് കണ്ടേ പറ്റുമെന്ന് അവർ പറയുന്നു. അങ്ങനെ ജയ തന്റെ മുഖത്ത് തുണി മാറ്റുന്നു. പ്രദീപ് കൊടുത്ത കംപ്ലൈന്റിലാകട്ടെ തന്റെ വൈഫിന്റെ കയ്യില് ജയ എന്നുള്ള ടാറ്റു ഉണ്ടെന്ന് എഴുതിയിരുന്നു. ശ്യാം അവളോട് കൈ കാണിക്കാൻ പറയുന്നുണ്ട്. അവൾ ആ ജയ തിരുത്തി ശ്രേയ എന്നാക്കിയിരുന്നു. നിന്റെ പേര് പുഷ്പ എന്നല്ലേ നീ പറഞ്ഞത്, പിന്നെ എന്താ ശ്രേയ എന്ന് ടാറ്റു ചെയ്തിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ തന്റെ മുത്തച്ഛൻ ചെറുപ്പത്തിൽ എന്നെ ശ്രേയ എന്നാണ് വിളിച്ചിരുന്നത്, അതുകൊണ്ടാണ് ആ പേരിൽ ടാറ്റു ചെയ്തത്. അവളാകട്ടെ അവളുടെ ഗ്രാമത്തിന്റെ പേര് പോലും തെറ്റായിട്ടാണ് പറയുന്നത്. അങ്ങനെ ഒരു ഗ്രാമത്തെ പറ്റി ആരും കേട്ടിട്ടുണ്ടായിരുന്നില്ല. നീ പറയുന്ന പങ്കജാണ് നിന്റെ ഹസ്ബൻഡ് എങ്കിൽ അങ്ങനെ ഒരാള് നിന്നെ കാണാതായ വിവരം ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിനെക്കുറിച്ചൊന്നും തനിക്ക് അറിയില്ല എന്ന് ജയ പറയുന്നു. അവളുടെ ഫോട്ടോ എടുക്കാൻ കോൺസ്റ്റബിളിനോട് ശ്യാം പറയുമ്പോൾ അവളാകട്ടെ വീണ്ടും മുഖം മറയ്ക്കുന്നു. ഞങ്ങളുടെ നാട്ടിലെ ആചാരപ്രകാരം ഇങ്ങനെ മുഖം കാണിച്ച് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല എന്ന് അവൾ പറയുന്നുണ്ട്. ഓരോ ഗ്രാമവാസികളുടെ ആചാരമല്ലേ, അതൊക്കെ നമ്മൾ തകർക്കാൻ ശ്രമിച്ചാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് കോൺസ്റ്റബിൾ ശ്യാമിനോടും പറയുന്നു. അത് കാരണം അവളുടെ മുഖം കാണുന്ന രീതിയിലുള്ള ഫോട്ടോ അവരെടുക്കുന്നില്ല. പകരം അവളുടെ തമ്പ് ഇംപ്രഷൻ മാത്രമാണ് അവരെടുക്കുന്നത്. എന്നാൽ പോകാൻ നേരം ശ്യാമാകട്ടെ അവളെ ജയാന്ന് വിളിക്കുമ്പോൾ അവൾ തിരിഞ്ഞു നോക്കുന്നു. പക്ഷെ പെട്ടെന്ന് അവൾ പറയുന്നുണ്ട്, ഞാൻ എന്റെ ഊരി വെച്ച വള എടുക്കാൻ വന്നതാണെന്ന്. ടാറ്റു കാണിക്കാൻ അവൾ നേരത്തെ ആ വള അവിടെ ഊരി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ശ്യാമിന് മനസ്സിലായി അത് ജയ തന്നെയാണെന്ന്. അവൾ കയ്യിലെ ടാറ്റുവില് ശ്രേയ എന്ന് കൂട്ടിച്ചേർത്താണ്. ഇവിടെ ഭൂലാകട്ടെ അന്ന് രാത്രി മഞ്ജുബായുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അവൾ അപ്പോഴും തന്റെ വിവാഹ വസ്ത്രം അഴിച്ചു വെക്കാൻ തയ്യാറല്ലായിരുന്നു. മഞ്ജുബായുടെ കുടുംബത്തെ പറ്റി ചോദിക്കുമ്പോൾ മഞ്ജുബായി പറയുന്നുണ്ട്, താൻ അധ്വാനിച്ചത് കൊണ്ടാണ് എന്റെ ഹസ്ബൻഡും ജീവിച്ചിരുന്നത്. അവസാനം എന്റെ കാശ് കൊണ്ട് അയാളെ വെള്ളമടിച്ചിട്ട് എന്നെ തന്നെ അടിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ എന്റെ മക്കളെ ഹസ്ബൻഡിനെ എല്ലാം അടിച്ചിറക്കി ഇവിടെ നിന്ന്. നാളെ കടയിൽ വെക്കാൻ വേണ്ടിയിട്ട് മധുരമുള്ള എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കാമെന്ന് അവള് പറയുന്നുണ്ട്. എന്നാൽ നിനക്ക് പരിചയമില്ലാത്ത അടുക്കളയല്ലേ, അത് ശരിയാവോ എന്ന് ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട്, എന്റെ അമ്മ എന്നെ പഠിപ്പിച്ച ഒരേ ഒരു കാര്യം അതാണ്, എത്ര പരിചയമില്ലാത്ത അടുക്കളയും എത്രയും പെട്ടെന്ന് എങ്ങനെ ഇണക്കി എടുക്കാമെന്ന്. അങ്ങനെ പിറ്റേന്ന് അവളുണ്ടാക്കിയ ഡിഷ് ആകട്ടെ മഞ്ജുബായി ആദ്യമേ ടേസ്റ്റ് ചെയ്യുന്നില്ല. ആ സ്ഥിരമായിട്ട് സമോസ കഴിക്കാൻ വരുന്ന ആൾക്കാണ് കൊടുക്കുന്നത്. എന്താ മഞ്ജുബായി ടേസ്റ്റ് ചെയ്യാത്തെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ മധുരം കഴിക്കാൻ പറ്റിയ സന്തോഷമൊന്നും എന്റെ ജീവിതത്തിലില്ല എന്ന് അവർ പറയുന്നു. അവളുണ്ടാക്കിയ ഡിഷ് എല്ലാവർക്കും ഇഷ്ടമായി. ഇവിടെ ജയ ആകട്ടെ എന്തോ ഒരു പ്ലാനിങ്ങിലാണ്. ശ്യാമും കോൺസ്റ്റബിളും അവളെ തന്നെ ഫോളോ ചെയ്യുകയാണ്. അവളുടെ മുഖം കാണുന്ന ഒരു ഫോട്ടോ എങ്കിലും എടുക്കാൻ ശ്രമിക്കുന്നു. അവളുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടെന്നും അവൾ ആരെയോ ഇടയ്ക്ക് വിളിക്കാറുണ്ടെന്നും അവർക്ക് മനസ്സിലായി. അവളുടെ കയ്യിലുണ്ടായിരുന്നൊരു വള അവള് വിറ്റ് കാശാക്കുന്നു. അവളൊരു കമ്പ്യൂട്ടർ സെന്ററിൽ കയറി എന്തോ സെർച്ച് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇവര് പോയി നോക്കുമ്പോഴേക്കും ആ സെർച്ച് ഹിസ്റ്ററി എല്ലാം അവൾ ഡിലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നീട് പോസ്റ്റ് ഓഫീസിൽ പോയി ആരുടെ പേരിൽ കുറച്ച് മണി ഓർഡർ അയക്കുന്നു. എവിടെയൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള ബസ് ടിക്കറ്റും എടുക്കുന്നുണ്ട്. അവൾ നാട് വിടാനുള്ള പ്ലാനിങ്ങിലാണെന്ന് അവർക്ക് മനസ്സിലായി. ഇതിനിടെ ദീപകിന്റെ കൂട്ടുകാരൻ ഗുഞ്ചനുമായിട്ട് അവൾ നല്ല ഫ്രണ്ട്ഷിപ്പിലായിരുന്നു. അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയിൽ അവൾ ദീപകിന്റെ അച്ഛനോട് പറയുന്നുണ്ട്, ഇവിടെ ഉപയോഗിക്കുന്ന കീടനാശിനികൾ ഇവിടെയുള്ള കൃഷിയെ നശിപ്പിക്കാൻ തുടങ്ങിയിരിക്കുന്നു. പിന്നെ കീടങ്ങളെ കൈകൊണ്ടടിച്ച് കൊല്ലുമോ എന്ന് അവർ ചോദിക്കുമ്പോൾ അവൾ പറയുന്നുണ്ട്, നാച്ചുറലായിട്ട് കീടങ്ങളെ നശിപ്പിക്കാൻ ഒരു വഴിയുണ്ടെന്ന്. അവൾക്ക് അതിലൊക്കെ ഒരുപാട് അറിവുണ്ടായിരുന്നു. അവൾ അതിനെപ്പറ്റിയൊക്കെ ഇത്ര നന്നായിട്ട് സംസാരിക്കുന്ന കണ്ടിട്ട് എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ്. നീ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അത്രയ്ക്കൊന്നും അറിയില്ല, എന്റെ അച്ഛന് ഇതുപോലൊരു പാഠം ഉണ്ടെന്നാണ് അവൾ പറയുന്നത്. ഇവിടെ ശ്യാമും കോൺസ്റ്റബിളും എടുത്ത ഫോട്ടോ നോക്കുമ്പോഴാകട്ടെ ഒന്നിലും തന്നെ കറക്റ്റ് ആയിട്ട് ജയയുടെ ഫേസ് വ്യക്തമായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ പൂനം തന്റെ ഹസ്ബൻഡിന്റെ ഒരു ചിത്രം വരച്ചത് അവൾ കാണുന്നുണ്ട്. തന്റെ ഹസ്ബൻഡിന്റെ ആകെ ഉണ്ടായിരുന്ന ഫോട്ടോ റേഷൻ കാർഡിന് വേണ്ടി കൊടുത്തു. അത് കാരണം അദ്ദേഹത്തിനെ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ചിത്രം വരച്ചതാണ്. അവൾക്ക് വരയ്ക്കാൻ നല്ല കഴിവുണ്ടെന്ന് മനസ്സിലാക്കിയതും ഈ കഴിവെന്താ നീ പ്രയോജനപ്പെടുത്താത്തതെന്ന് ചോദിക്കുന്നു. ഇതൊക്കെ ഇവിടെ ആര് നോക്കാനാണെന്ന് അവൾ പറയുന്നുണ്ട്. പിറ്റേന്ന് ഗുഞ്ചനും ജയും ചേർന്നിട്ട് കീടങ്ങളെ അകറ്റാൻ വയലിൽ കെണി സ്ഥാപിക്കുന്നുണ്ട്. ഇതെല്ലാം ഒളിഞ്ഞിരുന്ന് കാണുകയായിരുന്നു ശ്യാം. അവൾ അടുത്ത പയ്യനെ വലയിലാക്കുകയാണെന്ന് ശ്യാം പറയുന്നുണ്ട്. ഇവിടെ മഞ്ജുബായുടെ കൂടെ ചേർന്നിട്ട് ഭൂല് നല്ലപോലെ കച്ചവടം ചെയ്യാൻ പഠിച്ചിരുന്നു. ദീപകിനെ കണ്ടു
കിട്ടിക്കഴിഞ്ഞാൽ ഞാനും അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ജോലി ചെയ്യുമെന്ന് അവൾ പറയുന്നുണ്ട്. നമ്മൾ സ്ത്രീകളെ ജോലി ചെയ്യാൻ അനുവദിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അവൾ മഞ്ജുബായോട് ചോദിക്കുമ്പോൾ മഞ്ജുബായി പറയുന്നുണ്ട്, സ്ത്രീകൾക്ക് പ്രസവിക്കാനും അറിയാം, കുട്ടികളെ നോക്കി വളർത്താനും അറിയാം, കൃഷി ചെയ്യാനും അറിയാം, അത് വെച്ചിട്ട് ആഹാരം പാകം ചെയ്യാനും അറിയാം. ചുരുക്കി പറഞ്ഞാൽ അവർക്ക് ജീവിക്കാൻ ഒരാണിന്റെ സഹായം വേണ്ട. എന്നാൽ ആ ഒരു സത്യം സ്ത്രീകൾ മനസ്സിലാക്കാൻ തുടങ്ങിയ പിന്നെ ആണുങ്ങളുടെ കാര്യം കട്ടപ്പുകയാ. അതുകൊണ്ട് ഒരിക്കലും സ്ത്രീകളെ ഇത് മനസ്സിലാക്കാൻ അവർ അനുവദിക്കില്ല. ഇവിടെ ദീപകിന്റെ വീട്ടിലാകട്ടെ അന്നൊരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഡിഷ് ദീപകിന്റെ അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. എന്നാൽ കാലങ്ങൾക്ക് ശേഷമാണ് അത് ഉണ്ടാക്കുന്നത്. ദീപകിനും അവന്റെ അച്ഛനും ഇത് ഇഷ്ടമല്ലാത്ത കാരണം ഞാനിത് ഉണ്ടാക്കാറില്ലായിരുന്നു. എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ, നിങ്ങൾക്കത് ഉണ്ടാക്കിക്കൂടെ എന്ന് ജയ ചോദിക്കുന്നു. സ്ത്രീകളുടെ ഇഷ്ടത്തിനാണോ ആരെങ്കിലും ഫുഡ് ഉണ്ടാക്കുന്നത്? എല്ലാ ആണുങ്ങളുടെ ഇഷ്ടത്തിനല്ലേ ഉണ്ടാക്കുന്നതെന്ന് അവർ പറയുന്നു. ജയ ആകട്ടെ പൂനത്തിന് ഡ്രോയിങ് ചെയ്യാനുള്ള സാധനങ്ങൾ സമ്മാനിക്കുന്നുണ്ട്. ജയ വന്ന ശേഷമായിരുന്നു പൂനത്തെ ഇത്രയും ചിരിച്ച് സന്തോഷിച്ച് കാണുന്നത്. ഇവിടെ ഭൂലിനെ കാണാത്ത വിഷമത്തിൽ ഫ്രണ്ട്സുമായിട്ട് മദ്യപിച്ചുകൊണ്ടിരുന്നപ്പോൾ അവന്റെ ഫ്രണ്ട്സ് എല്ലാം ദീപകിനോട് പറയുന്നുണ്ട്, നീ ഇങ്ങനെ അവളെ ഓർത്ത് മദ്യപിച്ചിരുന്നോ, അവളിപ്പോ വേറെ ആരുടെയെങ്കിലും കൂടെ പോയിട്ടുണ്ടാകാം. അവൻ അതിന്റെ പേരിൽ അവരോട് വഴക്കിട്ടിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. അന്ന് രാത്രി ജയ ആകട്ടെ ആരും കാണാതെ അവിടെ നിന്ന് നാട് വിടാനുള്ള പ്ലാനിങ്ങിലായിരുന്നു. എന്നാൽ ബോധമില്ലാതെ ഭൂലിനെ കുറിച്ച് ആലോചിച്ച് വിഷമിച്ച് വരുന്ന ദീപകിന്റെ അവസ്ഥ കാണുമ്പോൾ അവൾ അവിടെ നിന്നും പോകുന്നില്ല. പിറ്റേന്ന് അവള് പൂനത്തിനോട് പറയുന്നുണ്ട്, എനിക്ക് വേണ്ടി ഒരാളുടെ ചിത്രം വരച്ചു തരണമെന്ന്. എന്നിട്ട് പൂനം വരച്ച ആ ചിത്രമാകട്ടെ അവള് ഗുഞ്ചന്റെ കയ്യിൽ കൊടുക്കുന്നതും കാണിക്കുന്നുണ്ട്. അപ്പോഴേക്ക് ശ്യാമനാകട്ടെ പ്രദീപ് കംപ്ലൈന്റ് കൊടുത്ത സ്റ്റേഷനിൽ നിന്നും ജയയുടെ ഫോട്ടോ ലഭിച്ചിരുന്നു. അവളെ അറസ്റ്റ് ചെയ്യാൻ അതിൽ കൂടുതൽ തെളിവുകളൊന്നും അയാൾക്ക് വേണ്ടിയിരുന്നില്ല. കൈയോടെ അവര് പോയി അവളെ ദീപകിന്റെ വീട്ടിൽ നിന്നും അറസ്റ്റ് ചെയ്യുന്നുണ്ട്. കള്ളത്തരം പറഞ്ഞിട്ടാണ് അവൾ ഇത്രയും ദിവസം ഇവിടെ നിന്നതെന്നുള്ള സത്യം അവരോട് പറയുന്നു. അവളൊരു കള്ളിയാണെന്നും സ്വർണവും കൊണ്ട് കടന്നു കളയാനാണ് അവളുടെ പ്ലാൻ എന്നും പറയുമ്പോൾ ദീപക് ഉൾപ്പെടെ അവളുടെ നേരെ തിരിയുന്നു. അവള് പറയുന്നത് ഒന്നും തന്നെ കേൾക്കാൻ ആരും തയ്യാറായില്ല. അവളെയും കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. എന്നാൽ കുറെ കഴിയുമ്പോൾ ഗുഞ്ചൻ അവിടേക്ക് വരുമ്പോഴാണ് അവർ സത്യമെല്ലാം മനസ്സിലാക്കുന്നത്. ജയ ആകട്ടെ ഗുഞ്ചന്റെ കയ്യിൽ കൊടുത്തത് പൂനം വരച്ച ബൂലിന്റെ ഫോട്ടോയായിരുന്നു. വിവാഹം ഉറപ്പിക്കാൻ പോയ സമയത്ത് പൂനം ബൂലിനെ കണ്ടിട്ടുണ്ട്. അവളുടെ ഓർമ്മയിലുള്ള മുഖമാണ് അവൾ വരച്ചിരിക്കുന്നത്. അതിൽ ജയയുടെ നമ്പർ സഹിതം കോണ്ടാക്ട് ചെയ്യാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇത് പോസ്റ്റർ അടിക്കാനാണ് അവൾ എന്നോട് പറഞ്ഞത്. നിന്നെ ഹെൽപ്പ് ചെയ്യാനാണ് അവൾ ശ്രമിച്ചിരുന്നത്. ആ പോസ്റ്റർ ഒരുപാട് സ്ഥലത്ത് അവൻ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒടുവിൽ ആ പോസ്റ്റർ ബൂലിന്റെ അടുത്ത് എത്തുന്നു. ഒരാൾ അതുകൊണ്ടുപോയി മഞ്ജുബായുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നുണ്ട്, ഇത് ഈ പെൺകുട്ടിയല്ലേ എന്ന്. അവൾ അത്രയും കാലം അവളുടെ ഹസ്ബൻഡിന്റെ നാട് ഒരു പൂവിന്റെ പേര് വെച്ചിട്ടാണെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. അവളുടെ ഹസ്ബൻഡിന്റെ നാടിന്റെ പേര് സൂര്യമുഖി എന്നായിരുന്നു. ഒടുവിൽ ദീപകിന്റെ അടുത്തേക്ക് എത്താൻ പോകുന്നതിന്റെ സന്തോഷമായിരുന്നു ബോളിന്. സ്റ്റേഷനിൽ നിന്നും അതിൽ കൊടുത്ത നമ്പറിലേക്ക് വിളിച്ചെങ്കിലും ആരും തന്നെ ഫോൺ എടുത്തില്ല. ഹസ്ബൻഡിന്റെ സ്ഥലം മനസ്സിലാക്കിയ സ്ഥിതിക്ക് അവളെ ആ നാട്ടിലേക്ക് ട്രെയിൻ കയറ്റി വിടാൻ അവരെല്ലാവരും ഒരുങ്ങുന്നു. അങ്ങനെ ഭൂലാകട്ടെ എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്നും ട്രെയിൻ കയറുകയാണ്. ഇവിടെ ജയയുടെ സത്യം മനസ്സിലാക്കി ദീപക് ആകട്ടെ നേരെ സ്റ്റേഷനിലേക്ക് ചെല്ലുന്നു. താനിങ്ങനെ ഒളിച്ചു താമസിക്കാനുണ്ടായ കാരണം ജയ തുറന്നു പറയുന്നു. ആൺകുട്ടികളെക്കാൾ നല്ല രീതിയിൽ മാർക്ക് വാങ്ങി പാസ്സായ പെൺകുട്ടിയായിരുന്നു ജയ. അവൾക്ക് തുടർന്ന് ജൈവ കൃഷിയെപ്പറ്റി പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം. എന്നാൽ അവളുടെ ആഗ്രഹത്തിനെതിരായിട്ട് അവളുടെ വീട്ടുകാർ അവളുടെ കല്യാണം ഉറപ്പിച്ചു. പഠിക്കണമെന്ന് പറഞ്ഞപ്പോൾ നിന്റെ ഹസ്ബൻഡ് നല്ലവന, കല്യാണം കഴിഞ്ഞ് നിന്നെ പഠിക്കാൻ അനുവദിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ കല്യാണത്തിനിടയിലാണ് അവിടെ വന്ന ബന്ധുക്കാരിൽ നിന്ന് ഞാൻ അറിഞ്ഞത് അയാൾ ആദ്യമേ ഒന്ന് വിവാഹം കഴിച്ചിരുന്നു. കുട്ടികൾ ഉണ്ടാക്കാത്ത കാരണം അയാളുടെ വൈഫ് തീ കൊളുത്തി ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത്. എന്നാൽ അയാൾ അവരെ കൊന്നതാണെന്നും സംശയമുണ്ട്. സ്ത്രീധനത്തിൽ കാശ് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് എന്റെ അമ്മയെ അയാൾ വിവാഹത്തിന്റെ അന്ന് നാണം കെടുത്തി. അങ്ങനെയുള്ള ഒരാൾ ഒരിക്കലും എന്നെ പഠിക്കാൻ അനുവദിക്കില്ല. നിനക്ക് ഒളിച്ചോടാനായിരുന്നെങ്കിൽ കല്യാണത്തിന് മുമ്പ് ഒളിച്ചോടിക്കൂടായിരുന്നു എന്ന കോൺസ്റ്റബിൾ ചോദിക്കുമ്പോൾ അവള് പറയുന്നുണ്ട്, എന്റെ വിധിയെന്ന് കരുതി ഞാൻ അയാളെ വിവാഹം കഴിച്ചിട്ട് അയാളുടെ വീട്ടിലേക്ക് പോകാനിരിക്കുകയായിരുന്നു. ഞാൻ ഒളിച്ചോടണമെന്ന് വിചാരിച്ചതേയില്ല. എന്നാൽ അന്ന് രാത്രി ട്രെയിനിൽ ദീപക് എന്നെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങി. ദൈവമായിട്ട് എനിക്ക് രക്ഷപ്പെടാൻ അവസരം തന്നതാണ്. അത് ഞാൻ അപ്പോൾ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ മണ്ടത്തരമായി പോകുമെന്ന് എനിക്ക് തോന്നി. ഞാൻ വളവിട്ടിട്ട് കാശ് മണി ഓർഡർ അയച്ചത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ വേറെ ആർക്കുമല്ല. ഡെറാഡൂണിലുള്ള കോളേജിലേക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് എന്റെ ഒരു ഫ്രണ്ടിനാണ് അയച്ചു കൊടുത്തത്. കമ്പ്യൂട്ടറിൽ സെർച്ച് ചെയ്തതല്ല ആ കോളേജിലെ വിവരങ്ങളായിരുന്നു. അവിടേക്ക് പോകാനുള്ള ബസ് ടിക്കറ്റുകളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നാൽ തലേന്ന് രാത്രി തന്നെ താൻ പോകേണ്ടതായിരുന്നു. ദീപകിന്റെ അവസ്ഥ കണ്ടിട്ടാണ് ഞാൻ ബോളിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ പോസ്റ്റർ ഉണ്ടാക്കിയത്. അതിൽ തന്നെ നമ്പർ വെച്ചിട്ടുണ്ടെന്നും അതിലേക്ക് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടാകുമെന്നും അവള് പറയുന്നു. അവരാ ഫോൺ എടുത്ത് നോക്കുമ്പോൾ അതിൽ 12 മിസ് കോൾ ഉണ്ടായിരുന്നു. ആ നമ്പറിലേക്ക് ശ്യാം വിളിക്കുന്നുണ്ട്. എന്നാൽ കട്ടായാണ് കേൾക്കുന്നത്. അത് പത്തീല സ്റ്റേഷനാണെന്ന് അറിഞ്ഞതും ദീപക് അവിടേക്ക് പോകാൻ ഇറങ്ങുന്നു. എന്നാൽ ജയെ ശ്യാം തടയുന്നുണ്ട്. ജയെ കൂട്ടിക്കൊണ്ടുവരാൻ പ്രദീപ് വരുമെന്ന് പറയുന്നു. എന്നെ നോക്കി നിൽക്കണ്ടെന്നും നീ ബോളിന്റെ അടുത്തേക്ക് പോകാനും ജയ ദീപകിനോട് പറയുന്നു. അങ്ങനെ ദീപക് അവിടെ നിന്നും പോകുന്നു. പ്രദീപ് വന്നയുടനെ ജയെ കണ്ടുപിടിച്ചതിന്റെ സന്തോഷത്തില് അയാൾ ശ്യാമിന് കുറെ കാശ് കൊടുക്കുന്നുണ്ട്. അവരുടെ കൺമുൻപിൽ വെച്ച് തന്നെ ജയ അയാൾ അടിക്കുന്നു. എന്നിട്ട് അവളുടെ കയ്യിലെ സ്വർണ്ണം എല്ലാം വാങ്ങുന്നുണ്ട്. സ്ത്രീധനത്തിന്റെ ബാക്കി തരാനുള്ളതും നീ വിറ്റ വളയുടെ കാശും എല്ലാം തന്നെ നിന്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിക്കൊള്ളാന്ന് പറയുന്നു. ബാക്കിയൊക്കെ നിനക്ക് വീട്ടിൽ ചെന്നിട്ട്
തരാം, എന്നിട്ട് അവളെയും കൂട്ടിക്കൊണ്ട് പോകാൻ തുടങ്ങുന്നു. പക്ഷെ ശ്യാം അവരെ തടയുന്നുണ്ട്. ഇവളെ കണ്ടുപിടിച്ചതോടുകൂടി ഞാൻ ഈ കേസ് ക്ലോസ് ചെയ്യുന്നു. പക്ഷെ പ്രായപൂർത്തിയായ ഈ പെൺകുട്ടിയെ നിങ്ങൾ ഒരിക്കലും നിർബന്ധിച്ച് നിങ്ങളുടെ കൂടെ കൂട്ടിക്കൊണ്ടു പോകാൻ ഞാൻ സമ്മതിക്കില്ല. അവൾക്ക് നിങ്ങളുടെ കൂടെ വരാൻ താല്പര്യമില്ല. ഞങ്ങളുടെ മുൻപിൽ വെച്ചിട്ട് ശ്രീധരന്റെ പേരും പറഞ്ഞിട്ട് നീ അവളെ അടിച്ചു. വീട്ടിൽ പോയ എന്താ സംഭവിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം. അതിന്റെ പേരിൽ നിനക്കെതിരെ ഞാൻ കേസെടുക്കാൻ പോവുകയാണ്. മാത്രമല്ല നിന്റെ ആദ്യത്തെ വൈഫിനെ കൊന്ന കേസും ഞാൻ എടുക്കും. ഇനി അങ്ങനെ കേസ് എടുക്കണ്ട എന്നുണ്ടെങ്കിൽ നീ ഇവളെ വെറുതെ വിടണമെന്ന് ശ്യാമു പറയുന്നു. ശ്യാമിന്റെ ഭീഷണി കാരണം ജയയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ സ്വർണം അവിടെ വെച്ചിട്ട് അയാൾ അവിടെ നിന്നും പോകുന്നു. തന്നെ രക്ഷിച്ചതിന് പാരിതോഷികമായിട്ട് ജയ ആ സ്വർണം ശ്യാമിന് കൊടുത്തെങ്കിലും അയാൾ അത് വാങ്ങിയില്ല. പകരം അവള് പ്രദീപിട്ട് അവളുടെ മംഗൾസൂത്രം അഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെന്തായാലും എന്റെ അല്ല, ഇത് നിങ്ങൾ വെച്ചോളാൻ പറയുന്നു. ഇവിടെ ഭൂലുള്ള സ്റ്റേഷനിലേക്ക് വണ്ടി കയറാൻ വേണ്ടി ദീപക് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും ഭൂൽ അവിടെ വണ്ടി ഇറങ്ങിയിരുന്നു. ഭൂൽ ആദ്യമായിട്ട് അവനെ ദീപക് എന്ന് പേരെടുത്ത് വിളിക്കുന്നു. തന്റെ വൈഫിനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ അവൻ ഓടി വന്ന് അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഭൂല് തന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് എത്തിയ വിവരം അറിഞ്ഞിട്ട് മഞ്ജുബായി ആകട്ടെ ആദ്യമായിട്ട് അവൾ ഉണ്ടാക്കിയ സ്വീറ്റ് കഴിക്കുന്നു. അന്ന് ആദ്യമായിട്ട് അവർക്ക് മധുരം കഴിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ജീവിതത്തിൽ സന്തോഷമുള്ളൊരു കാര്യമുണ്ടായി. എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടി അവരോടെല്ലാം യാത്ര പറഞ്ഞിട്ട് ജയയും പഠിക്കാൻ വേണ്ടി ഡെറാഡൂണിലേക്ക് പോവുകയാണ്. ഇടയ്ക്ക് കത്തുകൾ അയക്കണമെന്ന് ഗുഞ്ചൻ അവളോട് പറയുന്നുണ്ട്. അവർക്ക് പരസ്പരം ഉള്ളിൽ സ്നേഹമുണ്ടായിരുന്നു. നിങ്ങൾ ചെയ്ത എല്ലാ സഹായത്തിനും ഒരുപാട് നന്ദിയുണ്ടെന്ന് ഭൂലു അവളോട് പറയുന്നു. അങ്ങനെ തന്നെ സ്വപ്നങ്ങൾ കീഴടക്കാൻ ജയ യാത്ര തുടങ്ങുന്നിടത്ത് ഈ ഒരു മൂവി അവസാനിക്കുകയാണ്. അനാവശ്യമായ ആചാരങ്ങൾ കൊണ്ടും സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്നത് കൊണ്ടുമുണ്ടായ ഭവിഷ്യത്തുകളാണ് ഇവരുടെ ഈ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾക്ക് കാരണം. ഈ ഒരു മൂവിയുടെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.